പാലക്കാട് തെരഞ്ഞെടുപ്പ് ദിനം ഇത്ര ഒരു ട്വിസ്റ്റ് നമ്മളാരും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ മലപ്പുറത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് ബ്രസീലായാലും അർജന്റീന ആയാലും ഇംഗ്ലണ്ട് ആയാലും ജർമ്മനി ആയാലും കാൽപന്തിൻ്റെ വിശാലത തന്നെയാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പന്ത് കെട്ടിയും സായാഹ്നങ്ങളിൽ ഓടി വന്ന് പന്ത് കെട്ടുന്നതൊക്കെ ബാല്യമുള്ളവരാണ് ഈ മലപ്പുറത്തുകാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അർജന്റീന ആരാധകരാരും നമുക്ക് പറയേ വേണ്ട. അവിടെ മെസ്സി വരികയാണെന്നാണ് പറയുന്നത്. അതെന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് മന്ത്രി. എന്താണ് പറയാനുള്ളത്? മെസ്സി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മെസ്സി വരുന്നത്. ഇതിന് മുമ്പത്തെ പ്രഖ്യാപനത്തിന് ഞങ്ങളിവിടെ ഫ്ലക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ആവേശത്തിലായിരുന്നു. അന്ന് തൊട്ടുള്ളൊരു ആവേശമാണ്. പിന്നെ ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു മെസ്സി വരുന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള രാവുകളൊക്കെ ഞങ്ങൾക്ക് ഇനി ആവേശം തന്നെയാണ്. എന്താണ് എത്ര ഒരു കൊല്ലത്തൊക്കെ കാത്തിരിപ്പുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കില്ലേ പോവുക? ഞാൻ പറയുമെങ്കിൽ എൻ്റെ ലീവ് ഇനി 3 മാസമുണ്ട്. ഞാൻ ഇന്നലെ മെസ്സി കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പോയി ടിക്കറ്റ് എടുത്തു. ഞാൻ ഇന്ന് പോവാണ് വൈകുന്നേരം എയർ ഇന്ത്യ എക്സ്പ്രസിന് 8 മണി. എങ്ങോട്ടാ പോകുന്നത്? സൗദി അറേബ്യ റിയാദ്. അപ്പോൾ ലീവ് അതിന് കണക്കാക്കണം. രതീഷ്, ഇതാണ് മലപ്പുറത്തിന് പറയാനുള്ളത്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. ലീവൊക്കെ ക്യാൻസൽ ചെയ്ത് വിദേശത്ത് പോകേണ്ട ആളാണ്. മെസ്സി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ടൈം ഷെഡ്യൂൾ വരെ മാറ്റിയിരിക്കുകയാണ്. എന്താണ്? വളരെയധികം സന്തോഷമാണ് മെസ്സി വരികയാണ്. മെസ്സിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മെസ്സിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കൊല്ലം കാത്തിരിക്കണം, അതാണ് ആകെ ടെൻഷൻ. പെട്ടെന്നായി കിട്ടിയാൽ അത്രയും നല്ല നമുക്ക്. നമ്മളൊക്കെ ഈ അവതാരകൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ലോകകപ്പൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ ചേരി ഇരിഞ്ഞ് മഞ്ഞയും നീലും ഒക്കെ ആയിട്ട്. പക്ഷേ മെസ്സിയെ കാണാൻ ഈ സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് പോവുക കേരളത്തിലെ എല്ലാ ഫാൻസും കൂടെ. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മെസ്സി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും സംസാരിക്കണം, ഞങ്ങൾക്കും ആവേശമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഹോളണ്ട് ഫാൻസാണ്, ഇദ്ദേഹം ബ്രസീൽ ഫാൻസാണ്. ബ്രസീൽ ഫാനിനെ ബ്രസീൽ ഫാനിനെ നമുക്ക് കിട്ടണ്ട. മലപ്പുറത്തിനെ പറ്റി പറഞ്ഞു ഫുട്ബോളിനെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, പല ഫാൻസും ഉണ്ടെങ്കിലും അല്ലേ? എന്താണ് മെസ്സി വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രസീൽ ഫാൻ എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? മെസ്സി വരുന്നത് ഇവിടെ കളിക്കുന്നത് നമുക്ക് സന്തോഷമാണ്. എന്ത് ലോകകപ്പ് അടിച്ച ടീം കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ്. അത് കളിക്കണം, നമ്മൾ കാണണം, അത് നമുക്കൊരു ആഗ്രഹമല്ലേ. ബ്രസീൽ ഫാൻസ് കൂട്ടത്തോടെ പോകും കാണാൻ. അല്ല, കളി ബ്രസീൽ അർജന്റീന ഒന്നുമില്ല. നമ്മൾ കേരളത്തിൽ ഏത് ടീം വന്നാലും നമ്മൾ കളി കാണണം. അതാണ് മലപ്പുറത്തിൻ്റെ ഫുട്ബോളിൻ്റെ സ്പിരിറ്റ് അല്ലേ? അതാണ് നമ്മളെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ. അപ്പോൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇങ്ങനെ ഒരു ലോക ചാമ്പ്യന്മാരായ ടീം ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായൊരു സംഭവമാണല്ലേ? അത് എല്ലാ ഫുട്ബോൾ ഫാൻസും കൂടെ ഒന്നിച്ച് ആഘോഷിക്കും. ഇതൊരു ആഘോഷത്തിൻ്റെ രാവാണല്ലോ നമുക്ക്. നമ്മളെ കേരളത്തിൽ ഇങ്ങനെ നടക്കാൻ അത് വലിയൊരു സംഭവമല്ലേ. അതിന് നമ്മളെല്ലാ പിന്തുണയുണ്ടാവും. 15,000 കാതങ്ങൾ അകലെയാണ് ബ്യൂണസ് ഐറസ്, അർജന്റീനയുടെ ക്യാപിറ്റൽ സിറ്റി. പക്ഷേ ഇവിടെ മലപ്പുറത്ത് ഇങ്ങെത്തുമ്പോൾ ആ കാൽപന്തിൻ്റെ വിശാലതയാണ് ഇവരെ എല്ലാം ഒന്നിപ്പിക്കുന്നത്. മെസ്സിയെ കാണാനായി അർജന്റീനൻ ലോക ചാമ്പ്യന്മാരെ കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷം. എതിർ ടീമിനെ തീരുമാനിച്ചിട്ടില്ല. ജപ്പാൻ്റെ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ടീമുകളുടെയൊക്കെ പേര്, മികച്ച ടീമുകളുടെ പേര് വരുന്ന കേൾക്കുന്നുണ്ട്. ആര് കളിക്കണം നിങ്ങളൊരു ആഗ്രഹം? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രസീൽ വരുന്നത്. പക്ഷേ ബ്രസീൽ അത് നടക്കില്ലല്ലോ. ഏഷ്യയിലെ നമ്പർ 1 ടീമായ ജപ്പാനായിരിക്കും മിക്കവാറും അർജന്റീനയ്ക്ക് എതിരാളികളായിട്ടുള്ളത് തോന്നുന്നത്. ബ്രസീൽ വരണമെന്ന് എവിടെയും പറയുന്നത് അല്ലേ? നമുക്ക് അർജന്റീന കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം. അതാണല്ലോ വേണ്ടത്. അപ്പോഴേ കളീൻ്റെ ഇതുള്ളൂ. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും. ലോകകപ്പ് തുടങ്ങിയ സമയത്താണ് ബ്രസീലിൽ അർജന്റീനയ്ക്ക് ബ്രസീലിനും കിട്ടണം എന്ന് പറയുന്നത്. ഇവിടെയും കിട്ടണം എന്ന് പറയുന്നത്. പക്ഷേ അതിന് സാധ്യതയില്ല എന്തായാലും. കാരണം ആര് വന്നാലും നല്ലൊരു കളി കാണാൻ പറ്റണം അല്ലേ? ആര് വന്നാലും നമുക്ക് നല്ലൊരു കളി കാണാൻ പറ്റുന്നതാണ് നമ്മളെ. എവിടെ മത്സരം നടന്നാലും സ്റ്റേഡിയം നിറയും. ഫുള്ള്, ഒരു സംശയമില്ല. ഫുൾ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലായിരിക്കും അല്ലേ? ഞാനൊരു നെതർലാൻഡ് ഫാനാണ്. പക്ഷേ എന്നാലും അർജന്റീന പോലത്തെ ടീം ഇവിടെ മലപ്പുറത്ത് കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന കേരളത്തിൽ എന്തായാലും ഫുട്ബോൾ നമ്മൾ ആരാരും കാണാൻ പോകും. ഇത്ര നല്ലൊരു പ്ലേയേഴ്സ് വന്ന് കളിക്കാറുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ മോളൊക്കെ ആയിട്ട് വന്ന് ഫുൾ ഫാമിലി ആയിട്ട് കളി കാണാൻ പോവാം. പോകണം. വലിയൊരു ആവേശം കാണുന്നുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. അർജുന പോലത്തെ ഫാൻ നമ്മൾ കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അത് ഇങ്ങനെ ഒരു ചരിത്ര പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ കുറേ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ലോകകപ്പൊക്കെ നേടി എല്ലാം അർജന്റീന ആരാധകരെ പറ്റി പറയുമ്പോൾ കുറേ കഷ്ടകാലങ്ങളിലൂടെ പോയാണല്ലോ അർജന്റീന ഫുട്ബോൾ ടീം. ഞങ്ങൾ 32 വർഷമായിട്ട് കപ്പില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് കപ്പേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് പണ്ടൊക്കെ തന്നെ അർജന്റീന കളി കാണുമ്പോൾ ഭയങ്കര ടെൻഷനുള്ള കളിയുണ്ട്. ഇപ്പോൾ അർജന്റീന കളി കാണുമ്പോൾ ഓക്കെ കാണാം. കാരണം നമുക്ക് ഒരു ടെൻഷനില്ല, ടെൻഷൻ ഫ്രീ ആണ് ഞങ്ങളെ കളി കാണുമ്പോൾ. എല്ലാ പൊസിഷനിലും ഗോൾ കീപ്പർ ആയിക്കോട്ടെ എല്ലാ മേഖലയിലും ആളുകളുണ്ട്. ഇപ്പോൾ 2011 അർജന്റീന ഇന്ത്യയിലോട്ട് കളിക്കാൻ പറ്റും. അന്ന് കൊൽക്കത്തയിലുള്ളത്. പക്ഷെ ഇത് കേരളത്തിലോട്ടേക്ക് വരുമ്പോൾ എങ്ങനെ കളി നടക്കും എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട സംഗതികൾ തന്നെയാണ്. അത്ര ഫെസിലിറ്റീസ് ഉള്ള കൊൽക്കത്തയിൽ അത്ര ടൈറ്റായിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ലയണൽ മെസ്സിയുടെ ക്യാപ്റ്റൻസി ആയിട്ടുള്ള ആദ്യത്തെ ഒരു മത്സരമാണ് അത് ഇന്ത്യയിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു മത്സരം അതെങ്ങനെയാണെന്ന് നമുക്ക് വിലയിരുത്താം. അതെ, ആ ഫുട്ബോൾ കളിയെ എല്ലാ കോണുകളിലും അങ്ങനെ വിശാലമായി വീക്ഷിക്കുന്ന ആരാധകർ തന്നെയാണ് മലപ്പുറത്തുള്ളത്.
അതിലെ കഴിഞ്ഞ ആഴ്ച കൂടെ നമ്മളൊരു വാർത്ത നൽകിയതുള്ളൂ. ഈ സന്തോഷ് ട്രോഫിക്ക് 7 മണിക്ക് 5 മണിക്കാണ് ടിക്കറ്റ് എടുത്തത്. 3 മണിക്കേ വന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയ ആൾക്കാർ കോടതിയിൽ കേസ് കൊടുത്തിട്ട് അവർക്ക് നഷ്ടപരിഹാര തുക കിട്ടി. സന്തോഷ് ട്രോഫി മത്സരവും സെവൻസ് മത്സരങ്ങളും ഈ മലപ്പുറത്ത് നടക്കുമ്പോഴുള്ള കാഴ്ചയാണ്. അപ്പോൾ ഒരു ആശങ്കയുള്ള അത്തരത്തിൽ എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം അപ്പം തന്നെ വരുന്നത് അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്ര വലിയ ഫെസിലിറ്റീസ് ഉള്ള കൊൽക്കത്തയിൽ അങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ എന്താവും എന്നുള്ളത് നമുക്ക് ഒരു ഊഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള നമുക്കൊക്കെ. മലപ്പുറം ഒന്നാകെ കൊച്ചിക്ക് വണ്ടി കയറും. അത് ഇപ്പം പിന്നെ ഈ കൊച്ചിയും കേരളം തമ്മിലുള്ള മലപ്പുറം തമ്മിലുള്ള മത്സരത്തിൽ, നമ്മളെ സൂപ്പർ ലീഗ് മത്സരത്തിൽ ഞാൻ കളി കാണാൻ പോയൊരു വ്യക്തിയാണ്. അന്ന് ഫസ്റ്റ് മത്സരമാണ് അവിടെ. അപ്പോൾ മത്സരത്തിലൊരു 20% ആളുകൾ കൊച്ചി ഫാൻസ് ഉള്ളൂ, അതായത് കൊച്ചിയിലെ നാട്ടുകാർ. ബാക്കി 80% നമ്മളെ മലപ്പുറത്തേരാണ് അവിടെ. അപ്പോൾ ആ കൊച്ചി കലൂർ സ്റ്റേഡിയം മലപ്പുറം ആക്കിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അർജൻറ്റീന വരുമ്പോൾ അവിടെ എന്താവും എന്നുള്ളത് നമുക്കൊരു മലപ്പുറം ലഹള തന്നെ ആയിരിക്കും അവിടെ. ഇത് സാധാരണ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ കൂട്ടത്തിൽ ഇതേ ആളുകളോടൊക്കെ ഞാൻ പ്രതികരണം തേടി പോയപ്പോൾ അവർ പറയും മെസ്സിയുടെ കാര്യമാണെങ്കിലും പറയായിരുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിനോളം തന്നെ പ്രധാന അവർക്ക് ഫുട്ബോളും അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഫുട്ബോളിനെ ഒപ്പം ചേർത്ത് കിടക്കുന്ന മലപ്പുറം കൂടുതൽ ആളുകൾ ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വെറൈറ്റി ലുക്കിൽ ഇപ്പോഴേ എത്തിയിട്ടല്ലോ. ഓക്കെ ഇപ്പോഴെത്താൻ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു 8-10 ബസ്സിന് തന്നെ യാത്ര അങ്ങോട്ട് പോകാനുള്ള ബുക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി ബാൻഡ്, അതേപോലെ ചിങ്കാരി. കളി എവിടെയാ തീരുമാനമായി? ഉറപ്പിച്ചില്ല. അതിന് മുന്നേ പ്ലാനിങ് ഞങ്ങൾ ഓൾറെഡി സെറ്റിലാണ്. ഞങ്ങൾ മറ്റുള്ള ടീമുകളെ പോലെയല്ല, ഞങ്ങൾ ഒരു എനർജി ഫുൾ ടീമാണ്. യെസ്, അതാണ് അർജന്റീന. അത് കാത്തിരിപ്പ് തന്നെയാണല്ലേ? കുറേ കാലങ്ങൾക്ക് 2 വർഷം കപ്പടിച്ചിട്ട് ആ കാത്തിരിപ്പുണ്ടല്ലോ, അത്ര ഒന്നും കാത്തിരിക്കണ്ടല്ലോ ഈ സംഭവത്തിൽ. പെട്ടെന്ന് കേരളത്തിൽ വരികയാണല്ലേ അർജന്റീന എന്താന്നുള്ളത് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത്. അർജന്റീന ഫാൻസ് എന്താണെന്നും കൂടെ. പിന്നെ അവിടെ ബ്രസീൽ ഫാൻ ഉൾപ്പെടെ പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകുന്നല്ലേ. ഇവിടെ അർജന്റീനയും ബ്രസീലും ഉണ്ടെങ്കിലും അർജന്റീന ലോക ചാമ്പ്യന്മാർ ഇവിടെ കേരളത്തിൽ വരുന്നു എന്നാണ്. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവിടുന്ന് പോകാനുള്ള ഒരു പ്രോഗ്രാം. എല്ലാവരും ഫുട്ബോൾ ഫാൻസ്, എല്ലാ ഫുട്ബോൾ ഫാൻസും, പ്രത്യേകിച്ച് മലപ്പുറം, കേരളത്തിൻ്റെ ഹൃദയഭാഗം, മലപ്പുറം ഫുട്ബോളിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന മലപ്പുറം, പ്രത്യേകിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണം. അതാ ലീവ് ക്യാൻസൽ ചെയ്ത് സൗദിയിലേക്ക് പോകുന്ന ചേട്ടനോടാണ് നമ്മുടെ അവതാരകൻ്റെ ചോദ്യം. അതായത് ഞങ്ങൾ 2 കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ് ഒക്കെ കൈയെത്തും ദൂരം ഞങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് മെസ്സി കപ്പ് പിടിക്കേണ്ടത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ബ്രസീലിനെ ഏറ്റവും ബ്രസീലിനെ ഏറ്റവും അത് പിന്നെ റിയാദിൽ വെച്ച് കളി ഉണ്ടായിരുന്നു, ബ്രസീലും അർജൻറ്റീനയും. മെസ്സിയുടെ ഒരു ഗോളിന് അർജൻറ്റീന ജയിക്കലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ കപ്പ് പിടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം വളരെ സന്തോഷമാണ്. എൻ്റെ ലീവിന് 3 മാസമുണ്ട്. പക്ഷെ ഇന്ന് പോയാൽ എനിക്ക് മെസ്സിനെ കാണാൻ കേരളത്തിൽ ഇൻഷാ അല്ലാഹ് വരാം. ഇന്ന് തന്നെ പോവാണപ്പോൾ ഇന്ന് തന്നെ പോകണം. ഇതുപോലുള്ള